ഗുഡ് ഈവനിംഗ്. സ്പെഷ്യൽ എഡിഷൻ തുടങ്ങുന്നു. അരുന്ധതി റോയിയുടെ ഗാന്ധി വിചാരവും കോൺഗ്രസിന്റെ ഗാന്ധി സ്നേഹവും. ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ഡോക്ടർ MGS നാരായണൻ, BRP ഭാസ്കർ, സണ്ണി M കപ്പിക്കാട്, ഒപ്പം തന്നെ PM സുരേഷ് ബാബു എന്നിവർ ഇന്ന് എന്നോടൊപ്പം പാനലിലുണ്ട്. പ്രധാന വാർത്തയിലേക്ക്. മഹാത്മാഗാന്ധിയെ വിമർശിച്ചതിന് അരുന്ധതി റോയ്ക്കെതിരെ കേസെടുക്കാൻ നീക്കം. പ്രസംഗത്തിന്റെ ദൃശ്യങ്ങൾ പരിശോധിക്കുമെന്ന് പോലീസ്. വിമർശം അംഗീകരിക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി. അരുന്ധതി റോയ് മാപ്പ് പറയണമെന്ന് രമേശ് ചെന്നിത്തല. ജി കാർത്തികേയന്റെ മന്ത്രിസഭാ പ്രവേശന സാധ്യത മങ്ങുന്നു. കാർത്തികേയനെ മന്ത്രിയാക്കുന്നതിൽ ഐ ഗ്രൂപ്പിനൊപ്പം VM സുധീരനും താൽപര്യമില്ലെന്ന് സൂചന. ഹൈക്കമാൻഡുമായി പുനഃസംഘടനാ ചർച്ച നടത്തിയില്ലെന്ന് രമേശ് ചെന്നിത്തല. മന്ത്രിസഭാ പുനഃസംഘടനയിൽ പാർട്ടി തീരുമാനമായില്ലെന്ന് K മുരളീധരൻ. KSEB കമ്പനിവൽക്കരണത്തിനിടെ വൈദ്യുതി വകുപ്പും വനം വകുപ്പും നേർക്കുനേർ. ബോർഡിന് പാട്ടത്തിന് നൽകിയ 13,841 ഹെക്ടർ വനഭൂമി KSEB കമ്പനി ലിമിറ്റഡിന് കൈമാറിയത് ചട്ടലംഘനം. കൈമാറ്റത്തിന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെയോ വനം വകുപ്പിന്റെയോ അനുമതി തേടിയില്ല. മീഡിയ 1 എക്സ്ക്ലൂസീവ്. ലീഗ് MLA-മാർക്ക് പിറകെ കോൺഗ്രസ് MLA-മാരും അമേരിക്കൻ യാത്രയിൽ നിന്ന് പിന്മാറി. അനാവശ്യ വിവാദങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് പിന്മാറ്റമെന്ന് VT ബൽറാം. പിന്മാറ്റം അമേരിക്കയുടെ ഇസ്രായേൽ പക്ഷ നിലപാടിൽ പ്രതിഷേധിച്ചെന്ന് ലീഗ് MLA-മാർ. ഇസ്രയേൽ നടത്തുന്നത് വംശഹത്യയെന്ന് ഇന്ത്യയിലെ ഫലസ്തീൻ അംബാസഡർ. ഗസയിൽ ഇസ്രയേൽ ആക്രമണം തുടരുന്നു. മരണം 1500 കടന്നു. 216 കുട്ടികളെ ഇസ്രയേൽ തെരഞ്ഞുപിടിച്ചു കൊന്നതായി യൂണിസെഫ്. മഹാത്മാഗാന്ധിയെ വിമർശിച്ചതിന് അരുന്ധതി റോയ്ക്കെതിരെ കേസെടുക്കാൻ നീക്കം. അരുന്ധതിയുടെ പ്രസംഗം പരിശോധിക്കുമെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ H. വെങ്കിടേഷ് അറിയിച്ചു. മഹാത്മാഗാന്ധി ജാതിവാദിയാണെന്ന വിമർശമാണ് വിവാദത്തിന് ഇടയാക്കിയത്. The story of Mahatma Gandhi that we are taught in school and that we are made to believe is a lie. All his life, a person whose doctrine of non-violence was based on an acceptance of the most brutal social hierarchy the world has ever known, the caste system. കേരള സർവകലാശാലയിലെ അയ്യങ്കാളി ചെയറിന്റെ സെമിനാറിലായിരുന്നു അരുന്ധതി റോയ് മഹാത്മാഗാന്ധിയെ വിമർശിച്ചത്. ഗാന്ധിയെക്കുറിച്ച് പഠിപ്പിക്കുന്നതൊക്കെ കളവാണെന്നും ഗാന്ധിജി ജാതിവാദിയാണെന്നുമായിരുന്നു അരുന്ധതി റോയുടെ പരാമർശം. ഇതിനെതിരെ സ്പീക്കർ ജി കാർത്തികേയനും KPCCയും പരസ്യ നിലപാടെടുത്തിരുന്നു. ഗാന്ധി വിരുദ്ധ പരാമർശം വിവാദമായതിന് പിന്നാലെയാണ് പ്രസംഗത്തിന്റെ ദൃശ്യങ്ങൾ സമർപ്പിക്കാൻ സംഘാടകരോട് പോലീസ് ആവശ്യപ്പെട്ടത്. പ്രസംഗത്തിൽ അപകീർത്തികരമായ കാര്യങ്ങൾ ഉണ്ടോയെന്ന് പരിശോധിച്ച ശേഷം കേസെടുക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു. ഗാന്ധി വിരുദ്ധ പരാമർശത്തിൽ കടന്നപ്പള്ളി രാമചന്ദ്രൻ നേരത്തെ പോലീസിൽ പരാതി നൽകിയിരുന്നു. രാഷ്ട്രപിതാവിനെതിരെയുള്ള പരാമർശങ്ങൾ അംഗീകരിക്കാനാവില്ലെന്ന് കടന്നപ്പള്ളി മീഡിയ 1 പറഞ്ഞു. ഗാന്ധിയിലേക്ക് തന്നെ ലോകം തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇന്ത്യയിൽ നിന്ന് ഇങ്ങനെ ഒരു അപശബ്ദമുണ്ടായി എന്ന് പറയുന്നത് ഞങ്ങളെല്ലാം തന്നെ വളരെ വേദനിപ്പിക്കുന്നൊരു കാര്യമാണ്. അതേസമയം അരുന്ധതി റോയുടെ പേരിൽ കേസെടുക്കുന്നതിനെതിരെ വിവിധ കോണുകളിൽ നിന്ന് എതിർപ്പുയർന്നിട്ടുണ്ട്. ഗാന്ധിജി ജീവിച്ചിരുന്ന കാലത്ത് അംബേദ്കർ അദ്ദേഹത്തിനെതിരെ ധാരാളം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഒന്നും അപ്പുറം അരുന്ധതി റോയ് പോയിട്ടില്ല. ഇനി അതിൻ്റെ അപ്പുറം പോയിരുന്നാൽ തന്നെ അതൊരു ക്രിമിനൽ കുറ്റമാകുന്നത് എങ്ങനെയെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. മീഡിയ 1 തിരുവനന്തപുരം. അരുന്ധതി റോയിയുടെ ഗാന്ധി വിരുദ്ധ പരാമർശത്തിനെതിരെ വിവിധ നേതാക്കൾ രംഗത്ത്. ഗാന്ധിജിയെ വിമർശിച്ച നടപടിയിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. അരുന്ധതി മാപ്പ് പറയണമെന്ന് ആഭ്യന്തരമന്ത്രിയും ആവശ്യപ്പെട്ടു. അതേസമയം അരുന്ധതി റോയ്ക്ക് പിന്തുണയുമായി സാംസ്കാരിക നേതാക്കൾ രംഗത്തെത്തി. ജനാധിപത്യ വിമർശനങ്ങൾ പോലീസല്ല കൈകാര്യം ചെയ്യേണ്ടതെന്ന് KEN വ്യക്തമാക്കി. കേരള സർവകലാശാലയിലെ അയ്യങ്കാളി ചെയറിന്റെ സെമിനാറിൽ അരുന്ധതി റോയ് നടത്തിയ പരാമർശമാണ് വിവാദമായിരിക്കുന്നത്. ഗാന്ധിജിയെക്കുറിച്ച് പഠിപ്പിക്കുന്നതൊക്കെ കളവാണെന്നും ഗാന്ധിജി ജാതിവാദിയാണെന്നുമായിരുന്നു അരുന്ധതി റോയിയുടെ പരാമർശം. എന്നാൽ ഇതിനെതിരെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി. ഗാന്ധിജിയെ നിന്ദിക്കുന്നത് രാജ്യത്തിനു തന്നെ അപമാനമാണെന്നും ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തൃശൂരിൽ പറഞ്ഞു. ലോകം മുഴുവൻ ഗാന്ധിജിയെ എത്ര ആദരവോടുകൂടിയാണ് കാണുന്നത്. ആ അവസരത്തിൽ ഒതുക്കുന്ന വിലയിടിച്ച് കാണിക്കുന്ന ഒന്നിനോടും യോജിക്കാൻ നിവൃത്തിയില്ല. അരുന്ധതി റോയ് മാപ്പ് പറയണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. അത് അത്തരമൊരു പ്രസ്താവന, രാഷ്ട്രപിതാവിനെ അപമാനിക്കത്തക്ക നിലയിലുള്ള പ്രസ്താവന അവർ പിൻവലിച്ച് മാപ്പ് ചോദിക്കുകയാണ് വേണ്ടത്. രാഷ്ട്രപിതാവിനെതിരെയുള്ള പരാമർശങ്ങൾ അംഗീകരിക്കാനാവില്ലെന്ന് കടന്നപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. പരാമർശത്തിനെതിരെ കടന്നപ്പള്ളി പോലീസിൽ പരാതിയും നൽകി. ഗാന്ധിയിലേക്ക് തന്നെ ലോകം തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇന്ത്യയിൽ നിന്ന് ഇങ്ങനെ ഒരു അപശബ്ദമുണ്ടായി എന്ന് പറയുന്നത് ഞങ്ങളെല്ലാം തന്നെ വളരെ വേദനിപ്പിക്കുന്നൊരു കാര്യമാണ്.
എന്നാൽ ജനാധിപത്യ വിമർശനങ്ങൾ പോലീസല്ല കൈകാര്യം ചെയ്യേണ്ടതെന്നായിരുന്നു സാംസ്കാരിക പ്രവർത്തകൻ KENന്റെ പ്രതികരണം. അതുകൊണ്ട് മഹാത്മാഗാന്ധി വിമർശിക്കപ്പെടുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു പുതിയ വിഷയമല്ല. അംബേദ്കർ ഉൾപ്പെടെ മഹാത്മാഗാന്ധിയുടെ നിലപാടുകളോട് നിശിതമായി വിയോജിച്ച എത്രയോ പേർ നേരത്തെ തന്നെ ഇന്ത്യയിലുണ്ട്. അതേസമയം അതിനെ ഒരു പോലീസ് നടപടിയിലേക്ക് വെട്ടിച്ചുരുക്കുന്നത് ജനാധിപത്യപരമല്ല. ന്യൂസ് ഡെസ്ക് മീഡിയ 1. ഈ വിഷയം ചർച്ച ചെയ്യാൻ പ്രമുഖ ചരിത്രകാരൻ ഡോക്ടർ MGS നാരായണനൊപ്പം സാമൂഹ്യ നിരീക്ഷകരായ ശ്രീ BRP ഭാസ്കർ, ശ്രീ സണ്ണി M കബിക്കാടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ ശ്രീ PM സുരേഷ് ബാബുവും ചേരുന്നു. ഡോക്ടർ MGS നാരായണൻ, പല മാനങ്ങളിലുള്ള വിവാദങ്ങൾക്ക് ഇടവച്ചിരിക്കുന്ന അരുന്ധതിയുടെ ഗാന്ധി പരാമർശങ്ങൾ. രണ്ട് കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്യണം. ഒന്ന്, അരുന്ധതി റോയ് നടത്തിയിട്ടുള്ള വിമർശങ്ങൾ ഏതെങ്കിലും തരത്തിൽ രാജ്യത്തിന് സ്വീകരിക്കാൻ കഴിയാത്തതോ അതല്ലെങ്കിൽ ഗാന്ധി നിന്ദ ഒളിഞ്ഞു കിടക്കുന്നതോ നിയമപരമായ നടപടി നേരിടേണ്ടതോ ആയ ഒന്നാണോ? രണ്ട്, അരുന്ധതി റോയ് ഗാന്ധിയെ മനസ്സിലാക്കിയെടുത്ത വിധം താങ്കൾ എങ്ങനെ കാണുന്നു? ഞാൻ ആ രണ്ടാമത്തെ ചോദ്യത്തിന് ആദ്യം എൻ്റെ അഭിപ്രായം പറയാം. അവർ മനസ്സിലാക്കിയത് ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. എനിക്കതിൽ പ്രതിഷേധമുണ്ട്. പക്ഷെ അത് കോടതി കേസിനൊന്നും ഗാന്ധി നിന്നല്ല ദൈവം നിന്ന പോലും സ്വാതന്ത്ര്യം, അതിനുള്ള സ്വാതന്ത്ര്യം പോലുള്ളൊരു രാജ്യമാണ് നമ്മുടെ ജനാധിപത്യ രാജ്യമല്ലേ. ഗാന്ധിജിയെ മനസ്സിലാക്കാത്തവർ, ഗാന്ധിജിയെ തെറ്റായി മനസ്സിലാക്കിയവർ, വിമർശിക്കുന്നവർ അന്നും ഇന്നും ഉണ്ട്. അവരെ നമുക്ക് പ്രതിഷേധിക്കാം. ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ അവർ ചെയ്തത് തെറ്റാണെന്ന്. ആഭ്യന്തരമന്ത്രി പറഞ്ഞു അവർ മാപ്പ് ചോദിക്കണം. അതൊക്കെ അഭിപ്രായങ്ങൾ, മന്ത്രിമാർക്കും അഭിപ്രായം പറയാം, അല്ലാത്തവർക്കും പറയാം. പക്ഷേ അതിനപ്പുറം കടന്ന് പോലീസ് കേസ് എന്നുള്ളത് ഒരു അപക്വമായ മനസ്ഥിതിയാണ് കാണിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഗാന്ധിയെ മനസ്സിലാക്കിയ വിധത്തിൽ എവിടെയൊക്കെയാണ് താങ്കൾ അരുന്ധതിക്ക് തെറ്റുപറ്റിയെന്ന് കരുതുന്നത്? ഞാൻ കാണുന്നത് ഗാന്ധിജി ഒരിക്കലും ആദ്യത്തെ അഭിപ്രായത്തിൽ അവസാനം വരെ ഉറച്ചു നിന്ന ഒരാളല്ല. ഇപ്പോൾ വർണ്ണാശ്രമ വ്യവസ്ഥ, ഗാന്ധി കാസ്റ്റീസ്റ്റ് എന്നാണ് ഇവർ പറഞ്ഞത്. അത് കുറച്ചൊക്കെ പരസ്യത്തിന് വേണ്ടിയിട്ട് എക്സാജറേഷനൊക്കെ ആയിരിക്കും. അവർ നല്ല ഒന്നാം തരം ഒരു നോവലിസ്റ്റാണ്. അവരുടെ ആദ്യത്തെ ആ നോവലുണ്ടല്ലോ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്നുള്ളത്, വളരെയധികം അതിനെ ആദരിച്ച ഒരാളാണ് ഞാൻ, ആദരിക്കുന്ന ഒരാളാണ്. അതിനുള്ള കഴിവൊക്കെ അവർക്കുണ്ട്. പക്ഷേ എൻ്റെ ഇതിൽ എന്താ വെച്ചാൽ ഗാന്ധിജിയെ മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്, പലർക്കും പ്രയാസമാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യകാലത്തെ അഭിപ്രായങ്ങൾ പലതും മാറ്റിയിട്ടുണ്ട്. ഈ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ കാസ്റ്റീസ്റ്റാണ്, ഇന്ത്യക്കാരെല്ലാവരും കാസ്റ്റീസ്റ്റാണ് അർത്ഥത്തിൽ. കാരണം ഒരു കാസ്റ്റ് സൊസൈറ്റിയിൽ, കാസ്റ്റ് റിഡൻ സൊസൈറ്റിയിൽ ജനിച്ച് വളർന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ച് കേട്ട് വിദ്യാഭ്യാസം ഗാന്ധിജിക്ക് കൂടുതലുണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിന് മുമ്പല്ലേ അദ്ദേഹം ജീവിച്ചത്. അപ്പോൾ ഒരു കാസ്റ്റ് സൊസൈറ്റിയിൽ ജീവിക്കുകയും വർണ്ണാശ്രമധർമ്മം വലിയ കേമമായിട്ടുള്ള എന്തോ ഒന്നാണെന്ന് ധരിക്കുകയും ചെയ്ത ആളാണ് ഗാന്ധിജി. അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. പിന്നെ മാറ്റം വരുന്നുണ്ട്. ആ മാറ്റമാണ് ഇവർ പഠിക്കാത്തതെന്ന് എനിക്ക് തോന്നുന്നു. അതായത് അദ്ദേഹം വൈക്കം സത്യാഗ്രഹത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ താല്പര്യത്തിലാണല്ലോ ഇവിടെ നടന്നത്. വൈക്കം വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അതിനുവേണ്ടി കേരളത്തിൽ വന്നപ്പോൾ അദ്ദേഹം പലരുമായിട്ട് ചർച്ച ചെയ്തു. ആ കൂട്ടത്തിൽ ശ്രീനാരായണ ഗുരുവായിട്ട് അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ പോയിട്ട് സംവാദം നടത്തുകയുണ്ടായി. ആ സംവാദത്തെ അത് പലയിടത്തും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇദ്ദേഹം പറഞ്ഞത് വർണ്ണാശ്രമ വ്യവസ്ഥ പണ്ടേ ഉള്ളതല്ലേ, അത് ഇന്ത്യൻ ചിന്തയുടെ ഒരു നല്ല ഭാഗമാണ്, ഗംഭീരമായ ഒന്നാണ്. പക്ഷേ അതിനെ ആളുകൾ ദുരുപയോഗപ്പെടുത്തുന്നു, അതിലെനിക്ക് പ്രതിഷേധമുണ്ടെന്നാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ ഗുരുദേവൻ പറഞ്ഞു അങ്ങനെ പറയരുത്. തർജ്ജമയിൽ കൂടിയിട്ടാണ്, നേരിട്ട് പറയാൻ വയ്യ. ഗാന്ധിജിക്ക് സംസ്കൃതം വയ്യ, ഇദ്ദേഹത്തിന് ഇംഗ്ലീഷും അറിയില്ല. അപ്പോൾ തർജ്ജമക്കാർ വഴിക്ക് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു എന്ന് വെച്ചാൽ ഇതാ നിൽക്കുന്ന ഒരു മരം, ആ മരത്തിന് പല ശാഖകളുണ്ട്. അതുമാതിരി മനുഷ്യവംശത്തിനും പല ശാഖകളുണ്ട്. ആ ശാഖകളുടെ ഏത് ശാഖയിലായാലും ഇലകളെ കടിച്ചാൽ ഒരേ സ്വാദാണ്, ഒരേ ചവർപ്പാണ് കിട്ടുക. അതുപോലെയാണ് എല്ലാ മനുഷ്യൻ്റെയും രക്തം ഒരുമാതിരിയാണ്. അതിൽ ജന്മന പിന്നെ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നൊക്കെയുള്ള പഴയ ഈ സമ്പ്രദായം തെറ്റാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം വേദാന്തിയാണ്. ഗാന്ധിജി അന്ന് അതിനെ എതിർത്തതുമില്ല, അനുകൂലിച്ചതുമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം മറിച്ചായിരുന്നു. പക്ഷേ മറ്റൊരു പ്രതിഭാസം ഉണ്ടായതെന്താണെന്ന് വെച്ചാൽ ഗാന്ധി തിരിച്ചുപോയി കുറച്ച് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം തന്നെ എഡിറ്റ് ചെയ്യുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്ന ഹരിജൻ, യങ് ഇന്ത്യ മുതലായ പത്രങ്ങളിൽ അദ്ദേഹം ഈ അഭിപ്രായം പറഞ്ഞു. അതായത് ഈ അൺടച്ചബിലിറ്റി ഏറ്റവും വലിയ സിന്നാണ്, ആരെയും അങ്ങനെ മാറ്റി നിർത്തുന്നത് ശരിയല്ല എന്ന് മാത്രമല്ല
ഗാന്ധിജിയുടെ താല്പര്യത്തിലാണ് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു മുഖ്യ ഘടകമായിട്ട് ഹരിജന പ്രസ്ഥാനവും അവർക്കുള്ള സമത്വം കൊടുക്കണമെന്നുള്ളത് ദേശീയ സമരത്തിൻ്റെ ഭാഗമാക്കിയത് ഗാന്ധിജിയാണ്. ഈ ജാതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള തൊഴിൽ വിഭജനം പ്രകൃതിയുടെ സ്വാഭാവിക പ്രവണതയാണ് എന്നതായിരുന്നു ഗാന്ധിയുടെ വാദം, ആദ്യത്തെ വാദം. അത് മാറിയിട്ടാണ് പിൽക്കാലത്ത് അദ്ദേഹം പറയുന്നത് അങ്ങനെ അല്ല, അങ്ങനെ ഒരു സ്വാഭാവികമായ വിഭജനം മനുഷ്യവർഗത്തിനില്ല എന്നുള്ള അഭിപ്രായത്തിൽ എത്തിയത്. പുതിയ കാലത്ത് നിന്നുകൊണ്ട് ഗാന്ധിയെ മനസ്സിലാക്കുന്നതിൽ പറ്റിയ പിഴവാണോ അരുന്ധതിക്ക്? അരുന്ധതി ആ ഭാഗം വായിച്ചിട്ടുണ്ടാവില്ല. ഡോക്ടർ BRP ഭാസ്കർ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്? MGS നാരായണൻ പറയുന്നു ഗാന്ധി അദ്ദേഹം തുടർച്ചയായി ഒരു നിലപാടിൽ ഉറച്ചു നിന്ന വ്യക്തിയല്ല. അദ്ദേഹത്തിൻ്റെ ബോധ്യങ്ങൾ അനുസരിച്ച്, അനുഭവങ്ങൾ അനുസരിച്ച്, അദ്ദേഹത്തിൻ്റെ ചിന്താശക്തി അനുസരിച്ച് അദ്ദേഹം നിലപാടുകൾ മാറ്റി നിരന്തരം നവീകരിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരു ആശയമാണ് ഗാന്ധി മുന്നോട്ട് വെച്ചതെന്നാണ്. അതുകൊണ്ട് തന്നെ ഗാന്ധിയുടെ ആശയങ്ങളുടെ തുടർച്ച മനസ്സിലാക്കാൻ അരുന്ധതിക്ക് കഴിയാതെ പോയത് കൊണ്ടുകൂടിയാകാം ഇത്തരത്തിൽ ഒരു പരാമർശം, ഒരു ഗാന്ധി വിമർശം അരുന്ധതിയുടെ ഭാഗത്തുനിന്നുണ്ടായതെന്നാണ്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? MGS പറഞ്ഞത് ശരിയാണ്. ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ പല മാറ്റങ്ങളും അദ്ദേഹത്തിൻ്റെ നീണ്ട ജീവിതകാലത്തിനകത്തുണ്ടായിട്ടുണ്ട്. പക്ഷെ അതേമാതിരി തന്നെ ഗാന്ധിയെക്കുറിച്ചുള്ള ആളുകളുടെ അഭിപ്രായവും മാറിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ സ്വാഭാവികമാണെന്നുള്ളത് കാണാൻ നമുക്ക് കഴിയണ്ടേ? ഇവിടെ ഗാന്ധിജി ജാതി വ്യവസ്ഥയുടെ കാര്യത്തിൽ ഒരല്പം പിന്നോട്ട് പോയി എന്നുള്ളതല്ലാതെ അദ്ദേഹം പറയുന്നത് പോലെ സമത്വത്തിലേക്ക് എത്തിയെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റേത് കുറെ കൂടി നമ്മളൊരു ഇതായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ സോഷ്യൽ വർക്ക് ചെയ്യുന്ന മാതിരിയുള്ള ഒരു സമീപനമാണ് ഹരിജനോദ്ധാരണത്തിൽ കൂടി നടക്കുന്നത്. അതിലൂടെ അവർക്ക് സമത്വം ലഭ്യമാകും എന്ന് കരുതാൻ വയ്യ. റൈറ്റ്, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ സണ്ണി M കവിക്കാട്, ഗാന്ധി മുന്നോട്ട് വെച്ചിട്ടുള്ള സനാതന മൂല്യങ്ങളെല്ലാം തന്നെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായി മാറുന്നു എന്നതിനപ്പുറത്ത് ഒരു പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡിൽ, അതായത് സ്വാതന്ത്ര്യാനന്തരം നമ്മുടെ ഭരണഘടനാ രൂപീകരണത്തിൽ, നമ്മുടെ തന്ത്രജ്ഞതയിലെല്ലാം ഗാന്ധിയൻ ആശയങ്ങൾ ഉൾച്ചേർന്നിട്ടുണ്ട് എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അംബേദ്കറിനെ പോലെയുള്ളവർ മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങളും അവരുടെ നിലപാടുകളുമല്ലേ ഭരണഘടന ഉൾപ്പെടെ പിന്നീട് അങ്ങോട്ടുള്ള നമുക്ക് രാജ്യത്തിന് മുന്നോട്ട് പോകേണ്ട നിർണായക ഘട്ടങ്ങളിലെല്ലാം തന്നെ പരിഗണിക്കപ്പെട്ടിട്ടുള്ളത്? അതുകൊണ്ട് തന്നെ ഗാന്ധിയെ ഈ തരത്തിൽ ഒരു ജാതീയതയുടെ വക്താവായി അദ്ദേഹത്തെ കാണുന്നതിലും വിമർശിക്കുന്നതിലും അപാകമില്ലേ? ഇക്കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അരുന്ധതി റോയ് തിരുവനന്തപുരത്ത് നടത്തിയ പ്രസംഗത്തിൽ, ആ പ്രസംഗം നേരിട്ട് കേട്ട ഒരാളാണ്. ആ പ്രസംഗത്തിൽ യഥാർത്ഥത്തിൽ ഡോക്ടർ BR അംബേദ്കർ 36-ൽ ഉന്നയിച്ച വിമർശനം പോലും പൂർണ്ണമായിട്ടുണ്ടായിരുന്നില്ല. മാത്രവുമല്ല, അരുന്ധതി സ്വന്തം നിലയിൽ എന്തെങ്കിലും നിരീക്ഷണം നടത്തി ഒരു സ്വന്തം അഭിപ്രായമായിട്ടൊരു ഗാന്ധി വിമർശനം ആ വേദിയിൽ നടത്തിയിട്ടുമില്ല. ഇതിനു മുമ്പ് പലരും പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുക മാത്രമാണ് അരുന്ധതി ചെയ്തത്. അത് ഇതുപോലൊരു അവർക്കെതിരെ നിയമ നടപടിക്ക് കാരണമാകുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ അംബേദ്കറിന്റെ വിമർശനം വളരെ പ്രധാനമാണ്. 1930-കളിൽ ഗാന്ധിക്കെതിരെ അംബേദ്കർ ഉന്നയിച്ച വിമർശനങ്ങൾക്ക് നാളിതുവരെ, അതായത് ഗാന്ധിയെക്കുറിച്ച് അദ്ദേഹം രാഷ്ട്രീയമായും അത് ധാർമ്മികമായും സാമൂഹിക ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ ഗാന്ധി എന്തുകൊണ്ട് തെറ്റായ പക്ഷത്ത് നിൽക്കുന്നു എന്ന് ഡോക്ടർ അംബേദ്കർ 30-കളിൽ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആ വിമർശനത്തോട് നാളിതുവരെ ഇന്ത്യയിലെ ഏതെങ്കിലും കോൺഗ്രസുകാരോ അല്ലെങ്കിൽ ഗാന്ധി ഭക്തരോ ന്യായമായ മറുപടിയൊന്നും പറഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം.